മുട്ട വെച്ചിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി കറി കാണിച്ചു തരട്ടെ. രാവിലെ തന്നെ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താണ്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾ ഉള്ള വീടൊക്കെ ആണെച്ചാൽ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എരിവ് ഉണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഇതിൽ വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതില്ലേ ഒന്ന് നല്ലോണം വെന്തിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് വേവിച്ചെടുക്കുക. 2-3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി, നമുക്ക് വെന്ത് കിട്ടിക്കോളൂ. ഇനി ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക 2 എടുത്തിട്ടുണ്ട്. പിന്നെ പട്ടയും ഗ്രാമ്പു 1 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പട്ട. ഇനി ഇതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു അരമുറി വലിയുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതിന് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഞാൻ ഇതിൽ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. കളറൊക്കെ മാറി വന്നോട്ടെ കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി അധികം മൂത്ത് പോവണ്ട, ഒന്ന് ചെറുങ്ങനെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങില്ലേ അതൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും രണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ആ ഒരു എണ്ണൻ്റെ അകത്ത് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം അങ്ങനെ വഴറ്റി കൊടുക്കണേ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ നോക്കുക. ഉരുളൻകിഴങ്ങ് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വെള്ളം കളയണ്ട കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ ഒരു ഉരുളൻകിഴങ്ങ് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത്, വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതിപ്പോൾ കിഴങ്ങായത് കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. നമ്മൾ വെക്കും തോറും ഒന്ന് ടൈറ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല പൊടിയാണ് കേട്ടോ, ബിരിയാണി മസാല പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ കറികളിലും അതുപോലെ തന്നെ ബിരിയാണി അതുപോലെ തന്നെ മന്തി എല്ലാത്തിനും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ എല്ലാ ടൈപ്പ് കറിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ലോണം തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഈ ഒരു ഗരം മസാലപ്പൊടി മാത്രം മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 5 മുട്ട ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് തിളയ്ക്കേണ്ടാവുന്ന ആവശ്യമില്ല കേട്ടോ, മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കട്ടിക്ക് തേങ്ങാപ്പാലില്ലേ ഒരു അരമുറി തേങ്ങൻ്റെ പാലെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കരണ്ട് പോയിട്ട് അതാണ് വെളിച്ചം കുറവ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് തിളപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് സൈഡൊന്ന് തിളച്ച് വരുന്നെന്ന് തോന്നിയാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇത് വെക്കും തോറും കുറുകി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നൊരു കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഒരു 2-3 ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.